സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഈ കാലത്ത് സഹിക്കാനാവാത്ത സങ്കടമാണ്. ആ മനുഷ്യന് ഇങ്ങനെ പറ്റിപ്പോയല്ലോ. അദ്ദേഹം ഒരിക്കലും സ്വർഗം കാണുകയില്ല. വലിയ തെറ്റിദ്ധാരണയിലാണ് അദ്ദേഹം ഈ ലോകത്തിൽ ജീവിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന് പറ്റിയ അക്കിടി ഹൃദയത്തിൽ ചോരയുള്ളവർക്ക് സഹിക്കാവുന്നതല്ല എന്നത് നിങ്ങളിൽ എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ഇത് വലിയ സങ്കടമായിട്ട് നിൽക്കുന്നത് കൊണ്ട് പറയാതിരിക്കാൻ വയ്യ. കുറേ നാളുകൊണ്ട് പറയണോ വേണ്ടായോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ പറഞ്ഞു കളയാം എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സാധു കൊച്ചുപദേശിയെ ഞാൻ വ്യക്തിപരമായി കണ്ടിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഡോക്ടർ KM ജോർജ് എഴുതിയ വളരെ മനോഹരമായി രചിക്കപ്പെട്ട സാധു കൊച്ചുപദേശിയുടെ ജീവചരിത്രം വായിക്കാനിടയായി. അത് വായിച്ച് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സാധു കൊച്ചുപദേശിയുടെ ശവകുടീരം സന്ദർശിക്കുകയും അവിടെ ഞാൻ 2-3 മണിക്കൂർ ധ്യാനനിരതനായി ഇരിക്കുകയും ചെയ്ത അനുഭവം ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. അവിടെ എഴുതി വെച്ച വാക്കുകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. മൂത്താമാക്കൽ സാധു കൊച്ചുപദേശി തൻ്റെ രക്ഷകനോട് ചേരാൻ പോയിരിക്കുന്നു. ഇനി അവൻ്റെ 2ാമത്തെ വരവിൽ സാധു കൊച്ചുപദേശിയുടെ മൺകൂടാരം, ആത്മാവ് രക്ഷകനുമായി കണ്ടുമുട്ടാൻ പോയിരിക്കുന്നു. ഇനി അവൻ്റെ 2ാമത്തെ വരവിൽ അവരുമായി കണ്ടുകൊള്ളാം എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. എന്നിൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുക. അങ്ങനെ അദ്ദേഹം വളരെ സാമ്പത്തികമായ വളരെ പരാധീനതയിൽ യാതൊരു ആഡംബരവുമില്ലാതെ ജീവിത സൗകര്യങ്ങളൊന്നുമില്ലാതെ ആജീവനാന്തം അധ്വാനിച്ച് അധികം വയസ്സാകുന്നതിന് മുൻപേ മരിച്ചുപോയി. അപ്പോൾ എന്തുകൊണ്ടാണ് സാധു കൊച്ചുപദേശി സ്വർഗത്തിൽ പോകത്തില്ല എന്ന് എനിക്ക് ഒരു ആശങ്ക വരാൻ കാര്യം എന്താണെന്ന് നിങ്ങളോട് പറയേണ്ട കടമ എനിക്കുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ ക്രിസ്ത്യാനികളായ നമ്മുടെ ഇടയിലുള്ള ഏറ്റവും ശക്തമായ വിശ്വാസം ദൈവത്തിന് താല്പര്യം തോന്നുന്നവരെ, ദൈവത്തിൻ്റെ കണ്ണിലുണ്ണികളെ ദൈവം സാമ്പത്തികമായിട്ട് വളരെ അനുഗ്രഹിക്കും. ദൈവം അനുഗ്രഹിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ അനുഗ്രഹത്തിന് ഒരേ ഒരു പ്രകടന സ്വഭാവമേ ഉള്ളൂ. There's only one expression for God's favor. അത് സമ്പത്ത് ധാരാളമായി വാരിക്കോരി നൽകുക. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാൻ ഞാൻ അതിനെ പണം കൊണ്ട്, നന്മ കൊണ്ടാണെങ്കിലും നമ്മളത് മാറ്റി ഇപ്പം നമ്മുടെ വേദപുസ്തകത്തിലെ നന്മ കൊണ്ടൊന്നല്ല, പണം കൊണ്ട് നിറയ്ക്കും, ഭൗതികമായ സമ്പത്ത് കൊണ്ട് നിറയ്ക്കും, സുഷുപ്തി കൊണ്ട്, ആർഭാടം കൊണ്ട് നിറയ്ക്കും എന്നതാണ് നമ്മുടെ ഏറ്റവും കാതലായ, നമുക്ക് ആവേശം പകരുന്ന വിശ്വാസ പ്രമാണം. ആ മാനദണ്ഡം വെച്ച് അളന്നു നോക്കുമ്പോൾ സാധു കൊച്ചുപദേശിയുടെ കാര്യം കട്ടപ്പുകയാണ്. കാരണം അദ്ദേഹം ജീവിച്ചത് മുഴുവനും പട്ടിണിയിലാണ്. ദിവസം ഒരു നേരം ആഹാരം കഴിച്ചില്ലെങ്കിലായി, ചിലപ്പോഴൊക്കെ ഒരാഴ്ചയിൽ 3 നേരമൊക്കെ അദ്ദേഹം ആഹാരം കഴിച്ചിരുന്നുള്ളൂ. അങ്ങനെയുള്ള ഘട്ടങ്ങളും ഉണ്ടായിരുന്നു. എന്ന് മാത്രവുമല്ല, ഏതെങ്കിലും ഭക്ഷണത്തോട് പ്രത്യേകമായ ആസക്തി തോന്നിയാൽ അദ്ദേഹം അതോടെ ഉപേക്ഷിക്കും. അങ്ങനൊരു നമ്മുടെ കാഴ്ചപ്പാടിൽ നോക്കിയ വെറും ഭ്രാന്തനായിരുന്നു ഈ സാധു കൊച്ചുന്നത്. സാധു പാവം നമ്മളെ പോലെ മിടുക്കനായിരുന്നെങ്കിൽ, ഇത്രയും കഴിവുണ്ടായിരുന്ന, വീര്യമുണ്ടായിരുന്ന, ആത്മീകമായ അധികാരമുണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് എത്ര കോടികൾ കൊയ്തെടുക്കാമായിരുന്നു. അങ്ങനെ ചെയ്യാതെ ദൈവം അദ്ദേഹത്തിൻ്റെ തല തിരിച്ചു. അതുകൊണ്ട് പട്ടിണിയിൽ ആജീവനാന്തം അധ്വാനിച്ചു, പട്ടിണിയിൽ മരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരിൽ
ഒരു സ്മാരകമോ എന്തെങ്കിലും എടുത്തു പറയാനൊരു കാര്യവും ഇല്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിച്ചു. മനസ്സിൽ അല്പം സങ്കടം തോന്നി. ഞാൻ അനാഥീനപ്പെട്ട് കിടക്കുന്നു. അതേസമയം ദൈവം അനുഗ്രഹിച്ച ഒരു മെത്രാപ്പോലീത്തായുടെ വീടാണെങ്കിൽ അതുപോലെ ഇതായിട്ടൊക്കെ ഉണ്ടാക്കി വെക്കുകയും സ്മാരകം ഉണ്ടാക്കുകയും ബിംബം ഉണ്ടാക്കുകയും ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ ഇടയിൽ ഇങ്ങനെ സാധുവായി ജീവിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് പുച്ഛമാണ്. കാരണം ദൈവത്തിന് അവനോട് യാതൊരു താല്പര്യവുമില്ല എന്നത് മാത്രമാണ് നമ്മുടെ ഒരു സങ്കല്പം. ഈ ഒരു വിശ്വാസ പ്രമാണം, പണ്ടൊക്കെയാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ പല കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോസ്തോലിക വിശ്വാസ പ്രമാണം, നിഖ്യ വിശ്വാസ പ്രമാണം. ഇന്നതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ഒറ്റ കാര്യമേ, ദൈവം തൻ്റെ പ്രിയപ്പെട്ടവർക്ക് സമ്പത്ത് കൊടുക്കുന്നു. അതുകൊണ്ടാണല്ലോ നമ്മുടെ മെത്രാന്മാർക്കൊക്കെ വിദേശത്തെ മഹായിടവകയാണ് താല്പര്യം. നമ്മുടെ അച്ഛന്മാർക്ക് വിദേശത്തെ സഭകളാണ് താല്പര്യം. അവിടെ പോയി മാനസാന്തരപ്പെടുത്താനോ അവിടെയുള്ള സായിപ്പന്മാരെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാനൊന്നും അല്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ പ്രാപിപ്പാൻ സാധ്യതയുള്ളത് അമേരിക്കയിലും കാനഡയിലും യൂറോപ്പിലും പിന്നെ അറബ് രാജ്യങ്ങളിലുമാണ് എന്നത് വ്യക്തമായി അറിയാവുന്നത് കൊണ്ട്, ദൈവത്തോട് അത്രമാത്രം അടുപ്പമുള്ളത് കൊണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിയേ മതിയാകൂ എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് മാത്രമാണ് അവരിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാൻ വളരെ തത്രപ്പെടുന്നത് എന്നത് നമുക്ക് ഏവർക്കും അറിവുള്ള കാര്യമാണ്. സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി വെറും മണ്ടനായിരുന്നു. അദ്ദേഹം മണ്ടനായി പോകാൻ കാര്യം ദൈവത്തിന് അദ്ദേഹത്തോട് ഒരു താല്പര്യവുമില്ലായിരുന്നു. ദൈവത്തിന് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കൊച്ചുകുഞ്ഞ് പറഞ്ഞ് നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക, ഞാനതിനെ പണം കൊണ്ട് നിറച്ചു തരാം എന്ന് ദൈവം പറയുമായിരുന്നു. പക്ഷെ ദൈവം അങ്ങനെ ചെയ്തില്ല. ദൈവത്തോട് ഇത്രമാത്രം വിശ്വസ്തത പ്രാപിച്ച മറ്റാരും നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. നമ്മുടെ ചരിത്രത്തിൽ, കേരള ചരിത്രത്തിൽ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയെ പോലെ ദൈവത്തോട് വിശ്വസ്തത പാലിച്ച, ആത്മീയ അച്ചടക്കം 100% പാലിച്ച മറ്റൊരു വ്യക്തിയെ നമുക്ക് എടുത്തു പറയാൻ വയ്യ. പക്ഷെ ദൈവത്തിന് അദ്ദേഹത്തോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഒരു ചെറിയ കുസൃതി നമ്മുടെ ദൈവത്തിനുണ്ട്. ചിലരെ ഭയങ്കരമായിട്ട് അങ്ങ് അനുഗ്രഹിക്കും, നല്ല ചില ആളുകളെ അങ്ങ് താഴ്ന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ഹതഭാഗ്യനാണ് ഈ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി. അപ്പോൾ ഈ ഒരു ചിന്ത എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചപ്പോൾ ഞാൻ അടുത്തിടെ കുറേ നേരം ഇരുന്ന് അങ്ങ് സങ്കടപ്പെട്ട് മനസ്സ് നൊന്ത് ഈ കാര്യം ചിന്തിച്ചു. അപ്പം എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ്, അങ്ങനെയാകുമ്പോൾ യേശുക്രിസ്തു ഈ സ്വർഗത്തിൽ കാണത്തില്ലല്ലോ. കാരണം സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയേക്കാൾ കഷ്ടമായിട്ടാണ് യേശു ജീവിച്ചത്. മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടവില്ല എന്ന് പറഞ്ഞു. യേശു കള്ളം പറയത്തില്ല. ഞാൻ തന്നെ വഴി സത്യവും ജീവനും എന്ന് പറഞ്ഞ് യേശു കള്ളം പറയത്തില്ല. അത്രയെങ്കിലും നമ്മൾ സമ്മതിക്കുമല്ലോ. നമ്മുടെ ക്രിസ്ത്യാനികളാണെങ്കിലും യേശു കള്ളം പറയത്തില്ലെന്നെങ്കിലും നമ്മൾ സമ്മതിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടവില്ല എന്ന് പറഞ്ഞാൽ സത്യമാണ് എന്നതിനെ പറ്റി ചിലരെങ്കിലും അതിനോട് യോജിപ്പ് കാണിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിക്കൊന്നും അല്ലെങ്കിൽ സ്വന്തം കട്ടിലിൽ കിടന്ന് മരിക്കാനെങ്കിലും ഒത്തു. യേശുവിന് അത് ഒത്തില്ല, കുരിശിൽ കിടന്നാണ് മരിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കണം, എന്തൊരു മരണമാണ്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ആത്മീയമായ മാനദണ്ഡം കൊണ്ട് യേശുവിൻ്റെ ജീവിതത്തെയും മരണത്തെയും ഒക്കെ നമ്മൾ നോക്കിയാൽ നമുക്കെല്ലാവർക്കും സ്വർഗത്തിൽ വലിയ മണിമാളി കിട്ടിയാലും യേശുവിന് സ്വർഗത്തിൽ ഒരു മറപ്പുര പോലും കിട്ടാൻ യാതൊരു ന്യായവും. കാരണം അവൻ്റെ അവസ്ഥ എന്തായിരുന്നു. അപ്പോൾ ഒരു വിധത്തിലും ദൈവത്തിൻ്റെ പ്രസാദം പ്രാപിക്കാതെ ഏതാണ്ട് വലിയ തെറ്റിദ്ധാരണ കൊണ്ട് ജീവിതം നശിപ്പിച്ചു കളഞ്ഞൊരു വ്യക്തിയാണ് നസറേയനായ യേശു. അതുകൊണ്ടാണല്ലോ നമ്മുടെ മതപരമായ ജീവിതത്തിൽ, സഭാപരമായ കെട്ടുറപ്പിൽ, സംഘടിതമായ നമ്മുടെ പ്രവർത്തനത്തിൽ, സഭയുടെ കാഴ്ചപ്പാടിൽ, നമ്മുടെ പ്രവർത്തന രീതികളിൽ, നമ്മുടെ സഭകളെ നടത്തുന്ന സന്ധിപ്പിൻ്റെ വിധത്തിലൊന്നും യേശുവിന് 4 അയലത്ത് വരാനുള്ള ഒരു അവകാശവും കൊടുക്കാതെ ദൂരെ വന്നാൽ തൊഴിച്ചു മാറ്റുന്ന ഒരു നല്ല ബുദ്ധി നമുക്കിന്ന് ഉണ്ട് എന്നതും പറയാതിരിക്കാൻ നിവൃത്തി. അതിൻ്റെ ഒരു ഉദാഹരണമാണ്
ഓർത്തഡോക്സ് സഭയിലെ ഒരു തിരുമേനി, അദ്ദേഹത്തിന് നല്ല കിറുക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അപ്രേം എന്നാണ്. അദ്ദേഹം സമനില തെറ്റിയ ഒരു സമയത്ത് ചുമ്മാതെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ സഭയുടെ കാര്യങ്ങളിൽ പ്രതിസന്ധി വരുമ്പോൾ വല്ലപ്പോഴുമൊക്കെ യേശു പറഞ്ഞത് എന്താണെന്നും കൂടെ ഒന്ന് ഓർത്തിട്ട് നമുക്കൊരു തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്നേരമേ അടിച്ചു വിളി കളഞ്ഞ കാര്യം നിങ്ങൾക്ക് അറിയാം. അത് ഞാൻ ചുമ്മാതെ പറയുന്നതല്ല എന്ന് നിങ്ങൾക്ക് ഏതായാലും ബോധ്യം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ യേശു എന്തൊക്കെ പറഞ്ഞു അതിനെ മുഴുവനും മനഃപൂർവ്വം ഖണ്ഡിക്കുന്ന, അതിന് നേരെ മറുകണ്ഠം ചാടുന്ന സ്വഭാവത്തിലാണ് നമ്മുടെ സഭയൊക്കെ ഇപ്പോൾ വിലസുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സഭയിൽ ഈ സ്വപ്നത്തിലൊക്കെ കാണുന്നത് പോലെ കൊഴുത്ത കോലാട്ട് കുറ്റന്മാരെ പോലെ നമ്മുടെ സഭകൾ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം കലവറയില്ലാതെ നമ്മുടെ സഭകളുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നത് കൊണ്ടാണ്. ആ അനുഗ്രഹം നമുക്കറിയാം. ഭൗതികമായ സമ്പത്ത്, വലിയ വലിയ പള്ളികൾ പണിയുന്നു, പള്ളികളുടെ പാരിഷ് ഹാള് പണിയുന്നു, പിന്നെ ആഡംബരമായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നു. നമ്മുടെ ബിഷപ്പന്മാർ അവിടെ പറക്കുന്നു, ഇവിടെ പറക്കുന്നു, ഇവിടെ കത്തരന്മാർ അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. ഞാൻ പലപ്പോഴുമൊക്കെ ആഗ്രഹിക്കുകയാണ്, ഈ സാധു കൊച്ചിനെ ഉദ്ദേശിച്ച് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഒരു മെത്രാനെ പോലെ ജീവിച്ചിട്ട് ജീവിതം എന്താണ്, ഈ ലോകത്തിൽ വാസ്തവത്തിൽ ദൈവം അനുഗ്രഹിച്ച ജീവിതം എന്താണെന്ന് ഒരിക്കലെങ്കിലും ഒന്ന് അറിഞ്ഞിട്ട് കണ്ണടച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സാധു കൊച്ചിനെ, അദ്ദേഹത്തിൻ്റെ പടം ഫോട്ടോഗ്രാഫ് നിങ്ങൾ കണ്ടിട്ടില്ലാത്തതൊന്ന് നെറ്റിൽ പോയി നോക്കിയാൽ കാണാവുന്നതാണ്. ആ സാധു കൊച്ചിനെ ഉദ്ദേശി 1.5 കോടി രൂപ വരുന്ന ഒരു ലിമൗസിനിൽ കയറി ഇങ്ങനെ യാത്ര ചെയ്യും. ഒരു മെത്രാനിടുന്ന വസ്ത്രം, കണ്ണഞ്ചപ്പിക്കുന്ന വസ്ത്രം, ഒരു വലിയ ഒലക്ക പോലുള്ള ഒരു കുരിശ് വയ്ക്കുന്ന കഴുത്തിലിട്ടിങ്ങനെ ആട്ടി നടക്കുന്നു. സാധു കൊച്ചുന്ന ഉദ്ദേശിച്ച് കാണുമ്പോൾ ആളുകൾ കീ വിളിക്കുന്നു. സാധു കൊച്ചുന്ന ഉദ്ദേശിക്ക് കീ ജെ എന്ന് കീ വിളിക്കുന്നു. അദ്ദേഹത്തിന് കഴിക്കാനായിട്ടൊരു മേശ നിറച്ച ആഹാരം, മീൻ പൊരിച്ചത്, പൊള്ളിച്ചത്, കോഴിയുടെ കാല് വറുത്തത്, കോഴിയുടെ ചങ്ക് പൊരിച്ചത്, പിന്നെ ബീഫ് ഒലത്തിയത്, പിന്നെ ലോകം മുഴുവനും ഒലത്തിയത്, കറക്കിയത്, അങ്ങനെ ഇങ്ങനെ ഒരു വലിയ മേശ നിറച്ച ആഹാരം വെച്ചിരിക്കുന്നു. അവിടെ ഇരുന്ന് സാധു കൊച്ചിന് ഉദ്ദേശി ഏമ്പൊക്കെ വിട്ടുകൊണ്ട് തിന്ന് 2 മണിക്കൂർ കൊണ്ട് വയറ് നിറച്ച് പിന്നെ എഴുന്നേക്കാൻ വയ്യാതെ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കുക, അങ്ങനെ ഒരു സന്തോഷത്തിന് ദൈവത്തിൻ്റെ അനുഗ്രഹം വയറ്റിലെങ്കിലും ഒന്ന് അനുഭവിച്ച് അദ്ദേഹത്തിന് മരിക്കാൻ ഒക്കാതെ പോകല്ലോ നോക്കുമ്പോൾ ഞാൻ കരഞ്ഞു പോകാറുണ്ട്. പക്ഷെ യേശുവിനും അതിനെ സംഭവിച്ചു. അപ്പം അതുകൊണ്ട് ഇവർ 2 പേരും സ്വർഗത്തിൽ കാണുമോ എന്നതിനെപ്പറ്റി എനിക്ക് വലിയ ഒരു അങ്കലാപ്പുണ്ട്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഇപ്പോഴത്തെ വിശ്വാസ പ്രമാണമനുസരിച്ച് സത്യമായി പറഞ്ഞാൽ ദൈവം മനുഷ്യനെ അനുഗ്രഹിക്കുന്ന ഇപ്രകാരം മാത്രമാണ് എന്ന് നാം നിർബന്ധമായി വിശ്വസിക്കുന്ന ആ ഒരു പ്രമാണമനുസരിച്ച് ഇവരുടെ അവസ്ഥ അളന്നാൽ അവർ സ്വർഗത്തിൽ പോകാനായിട്ട് അവർക്ക് വല്ല യോഗ്യതയുണ്ട്. നമ്മളാകുന്ന സ്വർഗത്തിൽ അവർക്കാകാൻ വല്ല സാധ്യതയുമുണ്ട്. അവർ ശ്വാസം മുട്ടി മരിച്ചു പോകത്തില്ല. ഇതെന്താണ് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ആ മണ്ടത്തരം കാണിക്കാതെ വേദപുസ്തകത്തിൻ്റെ ഏറ്റവും നല്ല, നമുക്ക് ഏറ്റവും ആഹ്ലാദം തരുന്ന ഭാഗങ്ങൾ അങ്ങനെ പെറുക്കിയെടുത്ത് ചെറിയിപ്പിക്കുക ചെയ്ത് നമ്മുടെ ആളുകൾ സമ്പത്തിൻ്റെ ആ ഉച്ചകോടിയിലിരിക്കുന്നു. അവർ വലിയ രാജാക്കന്മാരെ പോലെ ജീവിക്കുന്നു, വാഴുന്നു, മറ്റുള്ള മേൽ രാജകർമ്മം നടത്തുന്നു, ആധിപത്യം സ്ഥാപിക്കുന്നു, അവർ അർമാദിക്കുന്നു. അവിടെ മുൻപിൽ ലോകം ഇതാ മുട്ടിടിച്ച് നിൽക്കുന്നു. അവർ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്തായിരിക്കും അവിടുത്തെ ആരവം എന്ന് ആലോചിച്ച് നോക്കണം. സാക്ഷാത് ദൈവം പോലെ എഴുന്നേറ്റ് സല്യൂട്ട് അടിക്കും. അപ്പം ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സങ്കടമുണ്ടോ ഇല്ലയോ? എനിക്കതാണ് അറിയേണ്ടത്. പാവപ്പെട്ട സാധു കൊച്ചുഞ്ഞു ഉദ്ദേശിക്ക് പ്രവേശനമില്ലാത്തൊരു സ്വർഗം, അതിനേക്കാൾ പാവപ്പെട്ട യേശു ക്രിസ്തുവിന് കാല് കുത്തി നിൽക്കാൻ, ഒരു വിരൽ കുത്തി നിൽക്കാൻ ഇടമില്ലാത്ത സ്വർഗം. ആ സ്വർഗത്തിൽ ബാക്കിയുള്ള എല്ലാ ക്രിസ്ത്യാനികളും അവര് ദൈവത്തിൻ്റെ അനുഗ്രഹമായ
പണം സമ്പാദിച്ചത് കൊണ്ട്, ലോകത്തിൻ്റെ ഭൗതിക അനുഗ്രഹങ്ങൾ കലവറയില്ലാതെ പ്രാപിച്ചത് കൊണ്ട്, ആ ഒറ്റ യോഗ്യതയിൽ സ്വർഗത്തിൽ പോയി അവിടെ വലിയ വലിയ മണിമാളികൾ, വലിയ കെട്ടിടങ്ങൾ, ഇരുനില കെട്ടിടമൊന്നും പോരാ. പിന്നെ അവർക്ക് സഞ്ചരിക്കാനായിട്ട് സ്വർണം വിരിച്ച പാതയിൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ ലിമൗസിനാണ് എല്ലാവരോരുത്തർക്കും ഇങ്ങനെ. മെത്രാന്മാർക്ക് മാത്രമല്ല, മെത്രാന്മാരുടെ പുറംചൊറിഞ്ഞ് നടക്കുന്ന മണ്ണവിശ്വാസികൾക്ക് ഇത് തന്നെയാണ്. അപ്പം അങ്ങനെ എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങ് ദൂരെ ഒരുത്തം നിൽക്കുന്നു. ആരാ? സാധു കൊച്ചുഞ്ഞ ഉദ്ദേശി. പത്രോസ് പറയും, ഇങ്ങോട്ട് വേണ്ട, നിനക്കിവിടെ വരാനുള്ള യോഗ്യതയില്ല. അപ്പം കുറച്ചപ്പുറം നോക്കുന്നു, യേശു നിൽക്കുന്നു. അയ്യോ, ഇങ്ങോട്ട് വേണ്ട. നമുക്കറിയാം പത്രോസാണ് യേശുവിനെ തള്ളിപ്പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്കണം. എന്തുകൊണ്ടാണ് പത്രോസ് സഭയുടെ അടിത്തറയായത്? പത്രോസ് അവൻ്റെ പണി ചെയ്യും. അന്നും ഇന്നും പത്രോസ് ആ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിന്നെ അറിയുന്നില്ല. സഭയുടെ സ്വഭാവം എന്തായിരിക്കുമെന്നാണ് യേശു വാസ്തവത്തിൽ, യേശുവിന് നർമ്മബോധം ഉണ്ടായിരുന്നു. യേശു വ്യംഗ്യാർത്ഥത്തിൽ സംസാരിക്കുമെന്ന് ആർക്ക് പറഞ്ഞുകൂടാ. പത്രോസ് നീ പാറയാകുന്നതെന്ന് പറഞ്ഞാൽ, പത്രോസേ, എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. നിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയാം. അപ്പോൾ പാറയാകുന്നതെന്ന് പറഞ്ഞാൽ നേരെ മറിച്ചാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാണുമ്പോൾ അവനൊരു മാന്യാന്ന് പറഞ്ഞാൽ അവന് ഒരു തമ്മാടിയാണെന്നല്ല എൻ്റെ അർത്ഥം. പത്രോസ് നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ ഭവനം, ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞു. അപ്പം ഈ പത്രോസ് ആരാണ്? ഒരു വേലക്കാരി എന്ന് പറഞ്ഞു, നീയും അവൻ്റെ കൂടെയുള്ളവനാണോ എന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ അവനെ അറിയുന്നേയില്ല, ഞാൻ കണ്ടിട്ട് പോലുമില്ല, നീ എന്നെ വെറുതെ വിഷമിപ്പിക്കരുത്, അടിസ്ഥാനരഹിതമായ ആരോപണമൊന്നും എൻ്റെ വെക്കരുത് എന്ന് പറഞ്ഞ പത്രോസാണ് ഇതിൻ്റെ എല്ലാം അടിത്തറ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്ത് പ്രതീക്ഷിക്കണം, എന്ത് പ്രതീക്ഷിച്ചുകൂടാ എന്നുള്ളതാണ്. ഏതായാലും ഞാൻ പത്രോസിൻ്റെ ഒന്നും പുറകെ പോകുന്നില്ല. എനിക്കിപ്പോൾ അതിന് സമയമില്ല. എൻ്റെ ചിന്ത, ഞാൻ സാധു കൊച്ചുഞ്ഞ ഉദ്ദേശിച്ച് വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു പോയതാണ്. എനിക്ക് വലിയ പ്രയാസമുണ്ട്, എനിക്ക് മനപ്രയാസമുണ്ട്, നൊമ്പരമുണ്ട്. ആ മനുഷ്യൻ സ്വർഗത്തിൻ്റെ പടിവാതിൽ കാണത്തില്ലല്ലോ എന്നോർത്ത് സഹിക്കാൻ വയ്യാത്ത സങ്കടമുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാതെ ഈ ലോകത്ത് നിന്ന് വിട്ടുപോയ ഒരു ഹതഭാഗ്യനായിരുന്നു സാധു കൊച്ചുഞ്ഞ ഉദ്ദേശി എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ അതിനോട് വിയോജിക്കും. അങ്ങനെയുള്ളവരെ കാണാൻ എനിക്ക് സന്തോഷമുണ്ട്. അങ്ങനെയുള്ളവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറയുകയാണ്. ഏതായാലും നമുക്ക് പറ്റിയിരിക്കുന്ന ഈ ഭ്രാന്ത്, നമ്മെ പിടിച്ചിരിക്കുന്ന ഈ ഭൂതം ലഗിയോൻ, നമുക്ക് വിടുതലുണ്ടാകട്ടെ. ഈ പ്രോസ്പെറിറ്റി ഗോസ്പലിൽ നിന്ന് സർവശക്തനായ ദൈവം നമ്മെ വിടുവിക്കട്ടെ. നമ്മുടെ കണ്ണ് തുറക്കട്ടെ. ഏവർക്കും നമസ്കാരം.